गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः. നമസ്കാരം. ഗുരു ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരനാണ്. ഗുരു പരബ്രഹ്മമാണ്. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. ഗുരു ശിഷ്യന് വിദ്യ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഗുരു തൻ്റെ ഉള്ളിലുള്ള അറിവിനെ ശിഷ്യനിലേക്ക് പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം തന്നെ ആത്മസാക്ഷാത്കാരമാണ്, മോക്ഷപ്രാപ്തിയാണ്. അപ്പോൾ ഗുരുവും ശിഷ്യനും ഒന്നായിത്തീരുന്ന ആ മുഹൂർത്തത്തിൽ ആത്മസാക്ഷാത്കാരം ലഭിക്കുന്നു, ഈശ്വരത്വം നേടുന്നു. अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. അജ്ഞാനത്താൽ തിമിരം ബാധിച്ച് അന്ധനായിത്തീരുന്ന ഒരുവനെ ജ്ഞാനമാകുന്ന അഞ്ജനശലാകയാൽ കണ്ണുകൾ തുറപ്പിച്ച് വെളിച്ചം പകരുന്നവനാണ് ഗുരു. ആചാര്യൻ ആചരിച്ചു കാണിക്കുന്നവനാണ് ആചാര്യൻ. വാക്കും പ്രവൃത്തിയും ഒന്നായിത്തീരണം. ആചാര്യനെ കണ്ടാണ് ശിഷ്യൻ പഠിക്കുന്നത്. ആചാര്യ പാദമാദത്തെ, വിദ്യയുടെ കാൽഭാഗം ആചാര്യനിൽ നിന്നാണ് കിട്ടുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ശ്രീബുദ്ധനും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഉദ്ഘോഷിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. അടുത്തത് അധ്യാപകൻ, ഉപാധ്യായൻ. ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് അധ്യാപകൻ ചെയ്യുന്നത്. ശിഷ്യനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരെയും, ഒരു തലമുറയെ മൊത്തമായിട്ടും പഠിപ്പിക്കുന്നു. സംസ്കാര സമ്പന്നമായ ഒരു നാടിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഈ 3 പേരുടെയും ഒരു ഗുണം പ്രകടിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ആദികാവ്യമായ രാമായണത്തിലെ വാത്മീകി വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്ന കഥാപാത്രം ജാംബവാൻ. രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം സുഗ്രീവൻ്റെ ആജ്ഞയാൽ വാനരന്മാർ സീതയെ അന്വേഷിച്ച് 4 ദിക്കിലേക്കും പോകുന്നു. സുഗ്രീവപുത്രനായ അംഗദൻ്റെ നേതൃത്വത്തിൽ ഹനുമാൻ, ജാംബവാൻ തുടങ്ങിയവർ ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള സമുദ്രതീരത്ത് എത്തിച്ചേരുന്നു. ഇനി ലങ്കയിലേക്ക് കടക്കണം, സമുദ്രം തരണം ചെയ്യണം. ഈ അവസരത്തിൽ വാനരന്മാരെല്ലാവരും തങ്ങളുടെ ശക്തിയുടെ പരിമിതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് ഒന്നും മിണ്ടാതെ ഒരിടത്ത് മാറിയിരിക്കുന്ന ഹനുമാനെ തൻ്റെ ശക്തിയെ ഓർമ്മപ്പെടുത്തുന്ന, ശക്തിയെ പ്രചോദിപ്പിക്കുന്ന വാക്കുകളുമായി ജാംബവാൻ എത്തുന്നു. വീര വാനരലോകസ്യ സർവശാസ്ത്രവിദാംബര തൂഷ്ണീമേകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസേ. വാനരന്മാരെല്ലാവരും തങ്ങളുടെ ശക്തി പരിമിതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഒരിടത്തിരിക്കുന്ന ഹനുമാനെ
പ്രചോദിപ്പിക്കുകയാണ് ജാംബവാൻ ചെയ്യുന്നത്. വിളിക്കുന്നത് തന്നെ വാനരലോകസ്യ വീര സർവശാസ്ത്രവിതാം വര എന്നാണ്. വാനരലോകത്തിൻ്റെ വീരനെ, എല്ലാ ശാസ്ത്രങ്ങളും അറിവുള്ളവരിൽ ശ്രേഷ്ഠനെ, നീ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമോഹ്യസി രാമലക്ഷ്മണയോശ്ചാപി തേജസാ ച ബലേന ച ബലം ബുദ്ധിശ്ച തേജശ്ച സത്വം ച ഹരിപുംഗവ വിശിഷ്ടം സർവഭൂതേഷു കിമാത്മാനം ന ബുദ്ധ്യസേ. ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമഹ. ഹരി എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇന്ദ്രൻ, ആദിത്യൻ, ചന്ദ്രൻ, സിംഹം, കുതിര, കുരങ്ങ്, പാമ്പ്, അരയന്നം, ഇങ്ങനെ ധാരാളം അർത്ഥമുള്ള ഒരു പദമാണ്. ഹരിരാജസ്യ സുഗ്രീവസ്യ സമഹ. ഇവിടെ ഹരി എന്നുള്ള പദം കൊണ്ട് കുരങ്ങൻ എന്നുള്ള അർത്ഥമെടുക്കുമ്പോൾ കുരങ്ങന്മാരുടെ രാജാവായ സുഗ്രീവന് സമനാണ് നീ. നീ ഇപ്പോൾ വെറുമൊരു മന്ത്രിയല്ല. ഇപ്പോൾ ഒരു മന്ത്രിപദമാണ് നീ അലങ്കരിക്കുന്നത് എങ്കിലും ആ രാജാവിൻ്റെ, അതായത് ഹരി രാജാവായ സുഗ്രീവൻ്റെ സമനാണ് നീ. നീയും ഒരു രാജാവാകാൻ കഴിവുള്ളവനാണ്. അതുപോലെ തേജസ് കൊണ്ടും ബലം കൊണ്ടും രാമലക്ഷ്മണന്മാർക്കും തുല്യനാണ് നീ. ബലം, ബുദ്ധി, തേജസ്, വീര്യം ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഹരിപുംഗവ, അല്ലയോ വാനര ശ്രേഷ്ഠ, ഇതിലെല്ലാം വിശിഷ്ടമാണ് നിൻ്റെ ബുദ്ധി എന്ന് നീ എന്താണ് മനസ്സിലാക്കാത്തത്? മറ്റുള്ളവരെക്കാളൊക്കെ പ്രത്യേകമായൊരു കഴിവ് നിനക്കുണ്ട് എന്ന് നീ എന്താണ് മനസ്സിലാക്കാത്തത്? മാരുതസൗരസപുത്രസ്തേജസാ ചാപി തൽസമാ ത്വം ഹി വായുസുതോ വത്സ പ്ലവനേ ചാപി തൽസമാ ഉത്തിഷ്ഠ ഹരിശാർദൂല ലങ്കയസ്വ മഹാർണവം പരാഹി സർവഭൂതാനാം ഹനുമന്യാഗതിസ്തവ. നീ വായുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. അതുപോലെ പരാക്രമത്താൽ വായുവിന് തുല്യനുമാണ്. അല്ലയോ വായുപുത്ര, ചാടിക്കടക്കുവാൻ, വായുവിനൊപ്പം സഞ്ചരിക്കുവാൻ നീ സമർത്ഥനാണ്. അതുകൊണ്ട് ഉത്തിഷ്ഠ ഹരിശാർദൂല, എഴുന്നേൽക്കൂ ഹരിശാർദൂല. ശാർദൂല എന്ന പദം കൊണ്ട് ജാംബവാൻ അവിടെ വിളിക്കുന്നു പുലി എന്ന്. നീ പുലിയാണെടാ. അതുകൊണ്ട് ഈ മഹാർണവത്തെ, മഹാസമുദ്രത്തെ ചാടിക്കടക്കൂ. അത് നിൻ്റെ ഈ ഗതി, അത് എല്ലാ പ്രാണികൾക്കും എല്ലാ ജന്തുക്കൾക്കും വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക. തദ കപീനാമൃഷഭേണ ചോദിത പ്രതീത വേഗ പവനാത്മജ കപി പ്രഹർഷയം സ്ഥാം ഹരിവീരവാഹിനീം ചകാരരൂപം പവനാത്മജസ്തദാ. ജാംബവാനാൽ പ്രചോദിപ്പിക്കപ്പെട്ട ഹനുമാൻ തൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആ വാനരന്മാരെയെല്ലാം സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ യഥാർത്ഥ രൂപം പ്രദർശിപ്പിച്ചു. രാമൻ്റെ അയനം പൂർത്തിയാവുന്നത് ഒരുപക്ഷെ ജാംബവാൻ്റെ അവസരോചിതമായ ഈ ഒരു ഇടപെടൽ മൂലമായിരിക്കാം.
വാൽമീകി ഒരു ഗുരുവായോ ആചാര്യനോ ആയോ ഒന്നുമല്ല ജാംബവാനെ അവതരിപ്പിക്കുന്നത് എങ്കിലും അവിടെ ജാംബവാൻ്റെ പ്രവൃത്തി ഒരു ഗുരുവായും ആചാര്യനായും അധ്യാപകനായും മാറുകയാണ്. യഥാർത്ഥത്തിൽ അധ്യാപകനല്ല കഴിവ് പ്രകടിപ്പിക്കേണ്ടത്. അധ്യാപകൻ്റെ കഴിവ് ശിഷ്യനിലൂടെയാണ് പ്രകടമാകേണ്ടത്. അരങ്ങിൽ തൻ്റെ കുട്ടി പ്രകടനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ അധ്യാപകൻ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾ അണിയറയിലായിരിക്കും. അടുത്തൊരു കുട്ടിയെ തയ്യാറെടുപ്പിക്കുന്ന തിരക്കിലായിരിക്കാം. ഓരോ പ്രതിഭയ്ക്ക് പിന്നിലും ഇതേപോലെ പ്രചോദനം നൽകിക്കൊണ്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കും. അവർ ഗുരുവാണ്, ആചാര്യനാണ്, അധ്യാപകനാണ്. ഓരോ പ്രതിഭകൾക്കു പിറകിലും സപ്തചിരഞ്ജീവികളിൽ ഒരാളായ ജാംബവാൻ ഇന്നും ജീവിക്കുന്നു. വീരവാനരലോകസ്യ സർവശാസ്ത്രവിദാംബര തൂഷ്ണീമേകാന്തമാശ്രിത്യ ഹനുമൻ കിം ന ജൽപസേ. ഹനുമൻ ഹരിരാജസ്യ സുഗ്രീവസ്യ സമോഹ്യസി രാമലക്ഷ്മണയോശ്ചാപി തേജസാ ച ബലേന ച. ബലം ബുദ്ധിശ്ച തേജശ്ച സത്വം ച ഹരിപുംഗവ. വിശിഷ്ടം സർവഭൂതേഷു കിമാത്മാനം ന ബുദ്ധ്യസേ. മാരുതസൗരസപുത്രസ്തേജസാ ചാപി തൽസമാ. ത്വം ഹി വായുസുതോ വത്സ പ്ലവനേ ചാപി തൽസമാ. ഉത്തിഷ്ഠ ഹരിശാർദൂല ലങ്കയസ്വ മഹാർണവം. പരാഹി സർവഭൂതാനാം ഹനുമന്യാഗതിസ്തവ. തദ കപീനാമൃഷഭേണ ചോദിത പ്രതീതവേഗപവനാത്മജാ കപി. പ്രഹർഷയംസ്താം ഹരിവീരവാഹിനീം ചകാരരൂപം പവനാത്മജസ്തദാ.